കേരള പ്രവാസി പെൻഷന്റെ മന്ത്ലി പേയ്മെന്റ് എങ്ങനെ ഓൺലൈൻ വഴി വളരെ എളുപ്പത്തിൽ അടയ്ക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി വീഡിയോ മുഴുവനായും കാണുക. ബ്രൗസർ ഓപ്പൺ ചെയ്ത് പ്രവാസി പെൻഷൻ പേയ്മെന്റ് എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന പ്രവാസി പെൻഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ മെമ്പർഷിപ്പ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ക്യാപ്ചയും എൻ്റർ ചെയ്ത് താഴെ കാണുന്ന ഷോ എന്നതിൽ പ്രസ് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ അടച്ച എമൗണ്ട്, ഇനി അടയ്ക്കേണ്ട എമൗണ്ട്, പെനാൽറ്റി ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിച്ചിരിക്കും. വിദേശത്തുള്ളവരാണെങ്കിൽ 350 രൂപയും വിദേശത്ത് നിന്ന് തിരിച്ച് നാട്ടിലെത്തിയവരാണെങ്കിൽ 200 രൂപയുമാണ് മന്ത്ലി അടയ്ക്കേണ്ടത്. പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണാം: സബ്സ്ക്രിപ്ഷൻ, പെനാൽറ്റി, സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി. സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് അടയ്ക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പെനാൽറ്റിയാണ് അടയ്ക്കേണ്ടതെങ്കിൽ പെനാൽറ്റി സെലക്ട് ചെയ്യുക. രണ്ടും കൂടി അടയ്ക്കണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി സെലക്ട് ചെയ്യാം. ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് അടയ്ക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്നത് സെലക്ട് ചെയ്യുമ്പോൾ പേയബിൾ എമൗണ്ട് എന്നതിൽ അടയ്ക്കേണ്ട തുക സെലക്റ്റായി വന്നിട്ടുണ്ടാകും. താഴെ കാണുന്ന പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനായി ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI എന്നീ ഓപ്ഷൻ കാണാം. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേ ചെയ്യുന്നതെങ്കിൽ കാർഡ് ഡീറ്റെയിൽ കൊടുത്ത് മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. UPI ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ UPI ഐഡിയോ മൊബൈൽ നമ്പറോ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത ശേഷം മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. നെറ്റ് ബാങ്കിംഗ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. നെറ്റ് ബാങ്കിംഗ് ലോഗിൻ ചെയ്യാനുള്ള പേജിലോട്ട് പോകും. ലോഗിൻ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽ കാണാൻ സാധിക്കും. കൺഫേമിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാനായി പ്രവാസി പെൻഷൻ പേയ്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഇടതുവശത്ത് മുകളിലായി ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ക്യാപ്ചയും കൊടുത്ത ശേഷം ഷോ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽ കാണാൻ സാധിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.